ശബരിമല തന്ത്രി നിയമനത്തിൽ തീരുമാനം നാളെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാളെ യോഗം ചേരും. 3 അംഗ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം ബോർഡ് ചർച്ച ചെയ്യും. 27-ാം തീയതി കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കും. 3 അംഗ വിദഗ്ധ സമിതി ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞങ്ങളെ ശബരിമല നന്നാവാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശബരിമല നന്നാവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നന്നാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങൾ തമ്മിൽ വിളിച്ച കോൺടാക്ട് ചെയ്തിട്ട് അത് നീങ്ങും കാര്യങ്ങൾ. അത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഒന്നുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നന്നായി കാണുക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. നിർദ്ദേശം എന്നായിരിക്കും അറിയിക്കുക? ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കും. അങ്ങനെയൊന്നുമില്ല, കുടുംബത്തിനായി തന്ത്രം, അല്ലാണ്ട് വ്യക്തിക്കല്ല കേട്ടോ. സ്വാന്തന ചേരുന്നു. സ്വാന്തന, അപ്പോ നിർണായകമായ തീരുമാനം നാളെ അറിയാം അല്ലേ? റോഷിനി, അങ്ങനെ തന്നെയാണ്. ശബരിമലയിലെ അടുത്ത തന്ത്രി ആരായിരിക്കും എന്നുള്ള തീരുമാനം നാളെ അറിയാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നാളെ ഒരു ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം എടുക്കുക. ഇന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ള 3 അംഗ സമിതി, തന്ത്രിമാരുടെ സമിതി ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ അഭിപ്രായം അറിയിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആയിരിക്കും ഈ തന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്, നിലവിലെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവർ അദ്ദേഹത്തിന്റെ മകനെ തന്ത്രിയായി നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദം, തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദം, അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിലൊരു തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു വിവാദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ദേവസ്വം ബോർഡ് മുന്നിൽ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം എടുക്കുവാൻ വേണ്ടി അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് 3 അംഗ സമിതിയെ നിയോഗിച്ചത്. കേരളത്തിലെ തന്നെ പ്രമുഖരായ തന്ത്രിമാരുൾപ്പെടെയുള്ള 3 പേരുടെ ഒരു സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കീരമൺ കാളിദാസ ഭട്ടത്തിരി അടക്കമുള്ള 3 പേരാണ് ഈ സമിതിയിലുള്ളത്. അവർ 3 പേരുമാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയും മറ്റും നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ആരാകും അടുത്ത തന്ത്രി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിലെ തന്ത്രിയുടെ മകനായിട്ടുള്ള ബ്രഹ്മദത്തൻ തന്നെയായിരിക്കും തന്ത്രിയായി വരിക എന്നുള്ള സൂചനകൾ തന്നെയാണ് എന്തായാലും കിട്ടുന്നത്. നിലവിൽ നാളെ ബോർഡ് യോഗം ചേർന്ന ശേഷം 27-ാം തീയതിയാണ് ഈ കേസിന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് ഈ ഹൈക്കോടതിയിൽ ഈ തീരുമാനം അറിയിക്കും. അതോടുകൂടി തന്നെ പുതിയ തന്ത്രി ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാകുമെന്ന് തന്നെയാണ് റോഷിനി മനസ്സിലാകുന്നത്. ശരി, സ്വാന്തനയാണ് വിവരങ്ങൾ നൽകിയത്.